ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ അങ്ങനെ ലേറ്റ് എല്ലാവർക്കും ഒക്കെ സദ്യയൊക്കെ വിളമ്പുകയാണ്. വിഷ്ണുവും രോഹിത്തും പിള്ളയും പൊന്നിയും കമലിനും ഒക്കെ ചേർന്ന് വിളമ്പുകയാണ്. ബാക്കി എല്ലാവരും ഒക്കെ ഇരിക്കുകയാണ്. സത്യാമ്മയുടെ അടുത്ത് സത്യയും പിന്നെ പപ്പിയും ഒക്കെ ഇരിപ്പുണ്ട്. ശ്യാമയുടെ അടുത്താണെങ്കിൽ ശാരദാമ്മ ഇപ്പുറത്തിരിക്കുന്നു, അപ്പുറത്ത് ഇല ഇട്ടിട്ടുണ്ട്. പക്ഷെ രോഹിത് ഇരുന്നില്ല. അന്നേരം വിളമ്പുമ്പോൾ ഇവിടെ ആളില്ലല്ലോ എന്നിങ്ങനെ കമലം പറയുമ്പോൾ അതൊക്കെ ഇരുന്നോളൂ എന്ന് പറയുകയാണ്. അന്നേരം രോഹിത്തെ ഇരിക്കാനായിട്ട് ശ്യാമ പറയുന്നുണ്ട്. അന്നേരം ഞാൻ ഇരുന്നോളാം എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് വിഷ്ണു ഒക്കെ വിളമ്പുകയാണ്. അന്നേരം കല്യാണം കഴിക്കാത്ത ഒരുത്തനാണ് വിളമ്പുന്നതെന്നൊക്കെ ഓർമ്മ വേണമെന്നൊക്കെ കമലം പറയുകയാണ്. അന്നേരം ഇനി ഞാൻ വരുന്നത് കമലിൻ്റെ കല്യാണത്തിനായിരിക്കും എന്നിങ്ങനെ ശാരദാമ്മ പറയുമ്പോൾ അപ്പോൾ ശാരദാമ്മേനെ ഇങ്ങോട്ട് ഈ കാലത്തൊന്നും വരുന്നില്ലേ എന്നും പറഞ്ഞ് വിഷ്ണു കളിയാക്കുകയാണ്. അന്നേരം എൻ്റെ മാവ് ഒരിക്കൽ പൂക്കുമെന്നിങ്ങനെ കമലം പറയുന്നുണ്ട്. അന്നേരം വിഷ്ണു പറയുകയാണ് അപ്പോൾ ഇനി ഇടിവെട്ടും മഴയും ഒക്കെ ഉണ്ടാവുമെന്ന്. അന്നേരം അതെന്തിനാന്ന് ചോദിക്കുമ്പോൾ ആ പൂത്തതൊക്കെ ഇങ്ങ് പോകണ്ടേന്ന് പറഞ്ഞ് എല്ലാവരും അങ്ങോട്ട് കളിയാക്കുകയാണ്. അന്നേരം പിന്നെ രാഘവൻ നായർ പറയുന്നുണ്ട് എന്തായാലും സമയത്തിൻ്റെ കാര്യത്തിൽ കമലിന് ആൾ കറക്റ്റാണ്, കൃത്യനിഷ്ഠയുണ്ട്. കൃത്യം 4 മണിക്ക് പപ്പിമോളെ സത്യമോളെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരും, അതേപോലെ കൊണ്ടാക്കും എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണു കളിയാക്കുകയാണ്. അതെ, തൊട്ടപ്പുറത്തെ ലേഡീസ് ഹോസ്റ്റലിൽ പെൺപിള്ളേർ വരുന്നത് കൃത്യം 4 മണിക്കാണ്. ആ ഒരു കൃത്യനിഷ്ഠയാണെന്ന് പറയുമ്പോൾ എല്ലാവരും കളിയാക്കി ചിരിക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ വിഷ്ണുവിനോട് ഇരിക്കാനായിട്ട് സത്യഭാമ പറയുകയാണ്. അന്നേരം ഞാനിങ്ങനെ വിളമ്പാന്നൊക്കെ പറയുമ്പോൾ രോഹിതും ഇരിക്കാനായിട്ട് പോകുന്നുണ്ട് ശ്യാമയുടെ അടുത്തോട്ട്. അന്നേരമാണെങ്കിൽ ശാലിനിയുടെ അടുത്ത് ഇലയിട്ടിരിക്കുന്നത് കണ്ടില്ലേ, നീ അങ്ങോട്ട് ഇരിക്കുക എന്ന് പറഞ്ഞപ്പോൾ വിഷ്ണു എന്ന് പറഞ്ഞ് പോയി ഇരിക്കുന്നുണ്ട്. അതായത് രോഹിത് അങ്ങോട്ട് ഇരിക്കാനായിട്ട് വരുമ്പോൾ രോഹിത്തെ ഇവരെ എല്ലാവരെയൊക്കെ നിർത്തിയിട്ട് നീ ഇരിക്കാൻ പോവുകയാണോ, വിഷ്ണുവിന് അങ്ങോട്ട് കറി വിളമ്പി കൊടുത്തേ, വീട്ടിലുള്ളവർ വേണം ഓടി നിരന്ന് ചെയ്യാനായിട്ട് നീന് പറയുമ്പോൾ ശ്യാമയ്ക്ക് ഇങ്ങനെ ആകപ്പാട് ദേഷ്യപ്പെടുന്നുണ്ട്. അന്നേരം ഇല്ല ഞാൻ പിന്നെ ഇങ്ങനെ ഇരിക്കാൻ പോയ രോഹിത് അങ്ങ് മാറിയിട്ട് വിഷ്ണുവിനൊക്കെ കറി വിളമ്പി കൊടുക്കുകയാണ്. അന്നേരം ശ്യാമയുടെ അടുത്ത ഇലയിൽ ആളില്ലല്ലോ. അന്നേരം പിള്ള പറയുകയാണോ ഇവിടെ ആളില്ല, അപ്പം പിന്നെ ഞാൻ തന്നെ ഇരിക്കാം, വിളമ്പാനായിട്ട് കമലിനും രോഹിത്തും പൊന്നിയും ഒക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പിള്ളയാണെങ്കിൽ അവിടേക്ക് ശ്യാമയുടെ അടുത്തേക്ക് ഇരിക്കുകയാണ്. അന്നേരം ശ്യാമ ആകപ്പാട് ദേഷ്യം വരുന്നുണ്ട്. രോഹിത് അങ്ങോട്ട് വിളമ്പി കൊടുക്കുന്നുണ്ട്. അന്നേരം ഇതെങ്കിലും കണ്ടു പഠിക്കുക എന്നൊക്കെ ഇങ്ങനെ രോഹിത്തിനോട് ദേഷ്യപ്പെടുകയാണ് ശ്യാമ. അന്നേരം സത്യമോൾക്കാണെങ്കിൽ വാരി കൊടുക്കുന്നുണ്ട്. സത്യം ആദ്യം കൊടുക്കുന്നില്ല, അങ്ങോട്ട് കൈ നിറച്ച് വാരി കഴിച്ച് അമ്മയെപ്പോലെ വലിയ ഉദ്യോഗമൊക്കെ മേടിക്കണ്ടേ എന്ന് പറയുകയാണ്. അന്നേരം ഇങ്ങനെ കോഴി കൊത്തുന്ന പോലെ തിന്നാൽ എങ്ങനെയാണ്, ഞാൻ വാരി തരാമെന്ന് പറഞ്ഞിട്ട് സത്യാമ്മ വാരി കൊടുക്കുന്നുണ്ട്. അന്നേരം സത്യാമ്മ അവൾ കഴിച്ചോളൂ എന്ന് ശാലിനി പറയുമ്പോൾ ഇല്ല ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അതിന് എരിയുന്നു എന്ന് പറയുമ്പോൾ വെള്ളമൊക്കെ പിടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട് ശ്യാമ ഇങ്ങനെ ആകെ കലി കയറി ഇരിക്കുകയാണ്. അതിന് ശാരദാമ്മയും ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ വിഷ്ണു ശാലിനിയൊക്കെ അവരിങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് ആസ്വദിച്ച് കഴിക്കുകയാണ്. അതും ശ്യാമ ശ്രദ്ധിക്കുകയാണ്. എന്നിട്ട് വിളമ്പുന്ന രോഹിത്തിനെയും നോക്കി ശ്യാമ അങ്ങോട്ട് സങ്കടപ്പെടുന്നുണ്ട്. എന്നിട്ട് സത്യയ്ക്ക് ഇങ്ങനെ വാരി കൊടുക്കുന്ന കാണും. ഇനി സത്യാമ്മയോടൊപ്പം ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന് പറയുമ്പോൾ വയറ് നിറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ഇല്ല കുറച്ചുകൂടി കഴിക്കുമെന്ന് പറഞ്ഞ് ഫാമ അങ്ങോട്ട് വാരി കൊടുക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ ശ്യാമ ഇങ്ങനെ രോഹിത്തിനോട് പറയുകയാണ്, പതിയാണ് പറയുന്നത്, ഇതെങ്കിലും കണ്ട് മറ്റുള്ളവരുടെ പെരുമാറ്റം നിന്ന് കണ്ടു പഠിക്കുന്നൊക്കെ പറഞ്ഞ് ശ്യാമ ദേഷ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് ശ്യാമ മനസ്സിൽ കരുതുകയാണ്, ഇതെല്ലാം നേടിത്തന്ന എൻ്റെ ഭർത്താവ് ഇപ്പോൾ 2ാം തരക്കാരനായി, അല്ലെങ്കിൽ ഞങ്ങൾ 2ാം സ്ഥാനത്തേക്ക് ആക്കിയല്ലോ എന്നൊക്കെ പറഞ്ഞ് ശ്യാമ ദേഷ്യപ്പെടുകയാണ്. അതിനുശേഷമാണെങ്കിൽ ശ്യാമ ഇല വടക്കുന്നുണ്ട്. അതിന് എന്താ കഴിക്കത്തില്ലേ, പായസം വേണ്ടേന്നൊക്കെ കമല ചോദിക്കുമ്പോൾ ഓ വേണ്ട വയറ് നിറഞ്ഞു മനസ്സ് നിറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ശ്യാമ ഇല അവിടെ വെച്ചിട്ട് അങ്ങ് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അന്നേരം ശാരദാമ്മയെ ശ്രദ്ധിക്കുകയാണ്. പക്ഷെ ശ്യാമ അവിടെ മനസ്സിലാക്കുന്നില്ല വിഷ്ണു സത്യഭാമയുടെ മകനാണ് എന്നുള്ളതും, വിഷ്ണുവിൻ്റെ ശാലിനിയുടെ മകളായിട്ടാണ് സത്യയെ കാണുന്നത് എന്നുള്ളതും, രോഹിത് ഭാമയുടെ മകനല്ലല്ലോ, എന്നിട്ടും മകനെ പോലെ ഒരു സ്നേഹിക്കുന്നില്ലേ, ശാലിനി കാരണമല്ലേ ശ്യാമയ്ക്ക് ഇതൊക്കെ ഉണ്ടായത്. പക്ഷെ അതൊന്നും ശ്യാമ അങ്ങോട്ട് മനസ്സിലാക്കുന്നില്ല. ശ്യാമയ്ക്ക് അവിടെ ശാലിനിയോടൊരു ദേഷ്യവും പിന്നെ അസൂയൊക്കെ പോലെയാണ്. തങ്ങളെ 2ാം സ്ഥാനത്താക്കുന്നു എന്നുള്ളൊരു അഹംഭാവമൊക്കെ ശ്യാമയ്ക്ക് അവിടെ ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. ഒന്നും മനസ്സിലാക്കുന്നില്ല ശ്യാമയുടെ. അതിനുശേഷം ശ്യാമയാണെങ്കിൽ ഉമ്മറത്തേക്ക് പോയി നിൽക്കുന്നുണ്ട്. രോഹിത് ശ്രദ്ധിക്കുന്നുണ്ട്. ശാരദാമ്മയെ ശ്രദ്ധിക്കുകയാണ്. രോഹിത് പിന്നാലെ പോകുന്നുണ്ട്. നീ എന്താ പെട്ടെന്ന് എഴുന്നേറ്റെന്ന് പറഞ്ഞ് രോഹിത് ചെല്ലുമ്പോൾ അവിടെ സത്യാമ്മയുടെ സ്നേഹം കാരണം വീർപ്പ് മുട്ടി കഴിക്കാനായിട്ട് പറ്റുന്നില്ല. ഇനിയെങ്കിലും രോഹിത്ത് മനസ്സിലാക്കിക്കോ, ഇവിടെ ഞാനും രോഹിത്തും പപ്പിമോളും അധിക പെറ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്, ഇറങ്ങിപ്പോ എന്ന് പറയുന്നതിന് മുമ്പ് മറ്റൊരു വഴി കാണുന്നതാണ് നല്ലത് എന്നിങ്ങനെ പറയുമ്പോൾ അത് ശ്യാമയെന്ന് പറഞ്ഞ് രോഹിത്ത് പറയാനായിട്ട് വരുമ്പോൾ അവിടെ രാഘവൻ നായർ രോഹിത്തെ എന്ന് വിളിക്കുകയാണ്. അന്നേരം വിളിക്കുന്നു ചെല്ല് എന്ന് പറഞ്ഞ് ശ്യാമ കളിയാക്കുകയാണ്. അന്നേരം രോഹിത്ത് അങ്ങ് ചെല്ലുന്നുണ്ട്. അന്നേരം അച്ഛൻ എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഇച്ചിരി പായസം എടുത്തോണ്ട് വേടാ എന്നിങ്ങനെ പറയുമ്പോൾ രോഹിത്ത് അങ്ങ് പായസമൊക്കെ വിളമ്പി അവിടെ നിൽക്കുന്നുണ്ട്. ശ്യാമ ആകെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. തുടർന്ന് ശാരദാമ്മ ശ്യാമയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. നീ എന്താ ഒറ്റയ്ക്ക് മാറി നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അന്നേരം ഞാൻ എന്നും ഒറ്റയ്ക്കാണല്ലോ, അന്നേരം നീ എന്തിനാ എല്ലാத்தைയും ഇങ്ങനെ എതിര് കാണുന്നത്, അതേ സത്യാമ്മയെ കണ്ടില്ലേ, ഇപ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ച് താമസിക്കേണ്ടതാണ്, അപ്പോൾ പിന്നെ ചിലതൊക്കെ കണ്ടില്ല കേട്ടില്ല നടിക്കണം എന്നിങ്ങനെ പറയുമ്പോൾ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളാണ് ഏറ്റക്കുറച്ചിലുകളൊക്കെ സഹിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. അന്നേരം അമ്മ പറയുന്നതിൽ തന്നെ ഒരു അർത്ഥമുണ്ടല്ലോ, ഞാൻ രോഹിത്തൊക്കെ വെറുതെ നിൽക്കുകയല്ലേ, ജോലിയൊന്നും ഇല്ലാതെ വെറുതെ നിൽക്കുകയല്ലേ എന്ന്. അന്നേരം അങ്ങനെയൊന്നുമല്ല, അമ്മയുടെ അനുഭവം തന്നെ പാഠമാണല്ലോ, അത്
മറ്റ് 2 മക്കൾക്കും കണ്ട് ഉള്ള അനുഭവമുണ്ട്. പക്ഷെ നിനക്ക് കേട്ടുള്ള അറിയുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ടില്ല കേട്ടില്ല നടിച്ച് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. ഇപ്പോൾ സത്യാമ്മ എല്ലാവരുമായിട്ട് ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളുടെ മരുമക്കളും അവർക്ക് കൊടുക്കണം. അതേപോലെ നിങ്ങൾക്ക് തന്നെയാണ് ഗുണം ചെയ്യുന്നത്. അമ്മയ്ക്ക് പറഞ്ഞു തരാനേ സാധിക്കുകയുള്ളൂ. പ്രവർത്തിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് എന്നിങ്ങനെ ശാരദാമ്മ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ശ്യാമയ്ക്ക് അതൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഈ സമയത്ത് സത്യാമ്മയും പൊന്നിയും കൂടി വരുന്നുണ്ട്. നിങ്ങളെന്താ ഇവിടെ നിൽക്കുകയാണോ? പിന്നെ വിഷ്ണുവിൻ്റെയും ശാലിനിയുടെയും മുറിയൊക്കെ കണ്ടേന്ന് പറയുമ്പോൾ ആ വരുന്നു എന്ന് പറയുകയാണ്. തുടർന്ന് അവരങ്ങ് നടന്നു പോകുമ്പോൾ ശാരദാമ്മ ആ ശ്യാമയെന്ന് വിളിക്കുന്നുണ്ട്. അതിന് എനിക്കങ്ങ് കാണാന്ന് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞ് നിർബന്ധമായിട്ട് ശ്യാമയും കൂട്ടിക്കൊണ്ട് ശാരദാമ്മയും കൂടെ മുകളിലേക്ക് പോകുന്നുണ്ട്. തുടർന്ന് മുകളിലേക്ക് ചെന്നതാ ഇതാണ് വിഷ്ണുവിന് ശാലിനിക്ക് സത്യയ്ക്ക് ഒരുക്കുന്ന മുറി എന്ന് പറഞ്ഞ് കാട്ടിക്കൊടുക്കുകയാണ്. അന്നേരം സത്യയുടെ ഫോട്ടോയൊക്കെ അവിടെ എൻലാർജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അന്നേരം ഇത് സത്യമോൾക്ക് പഠിക്കാനുള്ള ടേബിളാണെന്ന് പറഞ്ഞിട്ട് പുസ്തകങ്ങളൊക്കെ വെക്കാനുള്ള സ്ഥലമാണ്. പിന്നെ ശാലിനിക്ക് പിന്നെ ഓഫീസിൽ നിന്ന് വന്നാലും എന്തെങ്കിലും എഴുതാനേ കാണുമല്ലോ, അതിനുള്ള ടേബിളാണ്. പിന്നെ ഫയലൊക്കെ വെക്കാനായിട്ട് പേപ്പറൊക്കെ വെക്കാനായിട്ട് ഫയലൊക്കെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. തുണി വയ്ക്കാനുള്ളതൊക്കെ വേറെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശ്യാമ പറയുകയാണെങ്കിൽ പിന്നെ കളക്ടറേറ്റ് ഇങ്ങോട്ട് മാറ്റിയാൽ മതിയായിരുന്നു എന്ന്. അത് പതുക്കെയാണ് പറയുന്നത്. അന്നേരം ശ്യാമ എന്തെങ്കിലും പറഞ്ഞോന്നിങ്ങനെ സത്യാമ്മ ചോദിക്കുകയാണ്. അന്നേരം എല്ലാം നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞതാണെന്ന് ശ്യാമ പറയുന്നുണ്ട്. ശ്യാമയുടെ ആ ദേഷ്യമൊക്കെ ശാരദാമ്മ ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. അന്നേരം സത്യയ്ക്ക് പഠിക്കാനുള്ള ടേബിള് സത്യയുടെ ബുക്കുകളാണ് അവിടെ അടുക്കി വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരമാണെങ്കിൽ സത്യയും പപ്പിയും കൂടി അങ്ങോട്ടേക്ക് ഓടി വരികയാണ്. അന്നേരം ഹായ് എൻ്റെ ഫോട്ടോ എന്നും പറഞ്ഞ് സത്യ അതൊക്കെ നോക്കി നിൽക്കുകയാണ്. അന്നേരം പപ്പിയുടെ മുഖം ഇങ്ങനെ ആകെ വിഷമിക്കുന്നുണ്ട്. പപ്പി ചോദിക്കുന്നുണ്ട് സത്യാമ്മയോട്, അപ്പോൾ എൻ്റെ ഫോട്ടോയും വെച്ച് കാണുമല്ലേ എന്ന്. അന്നേരം നിൻ്റെ ഫോട്ടോ ഒരെണ്ണം അച്ഛനോട് വാങ്ങിക്കൊണ്ട് വരാൻ പറയും എന്നിങ്ങനെ ഫാമ പറയുമ്പോൾ അത് ശ്യാമയ്ക്കും ശാരദാമ്മയ്ക്കൊക്കെ വിഷമാവുന്നുണ്ട്. അന്നേരം സത്യയ്ക്ക് പഠിക്കാനുള്ള ടേബിളൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ ഇനി നമുക്ക് അവിടെ ഇരുന്ന് പഠിക്കാം കേട്ടോ പപ്പി എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം പിന്നെ ശാരദാമ്മ പറയുന്നുണ്ട് 2 പേരും അവിടെ ഇരുന്ന് പഠിച്ചാൽ മതി, അപ്പോൾ 2 പേർക്കും ഒരുപോലെ ഉപയോഗിക്കാമല്ലോ എന്ന് പറയുമ്പോൾ വാ നമുക്ക് നോക്കാം പപ്പിയെന്ന് വിളിച്ചുകൊണ്ട് സത്യ പപ്പിയെ വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അന്നേരം കമലിനാണെങ്കിൽ പിന്നെ ക്യാമറ ആയിട്ട് വരികയാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ നിൽക്കുകയാണ്, താഴേക്ക് വന്നോളൂ, ഒരു കുടുംബചിത്രം എടുക്കാനാണെന്ന് പറയുന്നുണ്ട്. അന്നേരം ഭാനു ശാരദാമ്മയെന്ന് വിളിച്ചുകൊണ്ട് സത്യാമ്മയാണെങ്കിൽ പൊന്നിയെ വിളിച്ചുകൊണ്ട് ഇറങ്ങുകയാണ്. അന്നേരം ശ്യാമയെ വിളിക്കുന്നുണ്ട് ശാരദാമ്മ. അന്നേരം ഞാൻ എങ്ങും ഇല്ല എന്ന് പറയുമ്പോൾ ഭാനു ശാരദാമ്മയെന്ന് ഇങ്ങനെ വീണ്ടും സത്യാമ്മ വിളിച്ചിട്ടങ്ങ് ഇറങ്ങുകയാണ്. അന്നേരം ഇങ്ങോട്ട് വന്നേ മാറി ഇന്നാൽ എല്ലാവർക്കും സംശയം തോന്നുന്നു പറയുമ്പോൾ ഞാൻ എങ്ങും ഇല്ല എന്നും പറഞ്ഞ് ദേഷ്യത്തിൽ ശ്യാമ നിൽക്കുമ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, വന്നേ മതിയാവൂ എന്നും പറഞ്ഞ് ശ്യാമയെ പിടിച്ചു വലിച്ചുകൊണ്ട് ശാരദാമ്മയാണെങ്കിൽ മുറ്റത്തേക്ക് ചെല്ലുന്നുണ്ട്. അതേസമയം കമലിനാണെങ്കിൽ അവിടെ ഫോട്ടോ എടുത്ത് തുടങ്ങുന്നുണ്ട്. അന്നേരം ശാരദാമ്മയും ശ്യാമയും സത്യയും പപ്പി എത്തിയിട്ടില്ല. കമലിൻ്റെ ആദ്യത്തെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അന്നേരം അയ്യോ എല്ലാവരും എത്തിയിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ അത് ശരിയാണെന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട്. വിഷ്ണു രാഘവൻ നായരും സത്യാമ്മയും അവിടെ കസേരയിൽ താഴെ സെറ്റിയിൽ ഇരിക്കുകയാണ്. ബാക്കി എല്ലാവരും പുറകിൽ നിൽക്കുകയാണ്, പിള്ളയും പൊന്നിയും രോഹിത്തും വിഷ്ണുവും ശാലിനിയും ഒക്കെ. അന്നേരം ശാരദാമ്മയും പിന്നെ ശ്യാമയും കൂടി വരുമ്പോൾ സത്യാമ്മയുടെ ഇപ്പുറത്ത് ഒരു സീറ്റ് ഒഴിവുണ്ട്. അന്നേരം ശാരദാമ്മ ഇങ്ങോട്ടിരിക്കുമെന്ന് പറയുമ്പോൾ വേണ്ട ഞാനിവിടെ നിന്നോളാം എന്ന് പറയുകയാണ്. അന്നേരം ശ്യാമ നീ എന്നിങ്ങനെ പറയുകയാണ് ശാരദാമ്മ. അന്നേരം ഞാനും അമ്മയെന്ന് പറയുമ്പോൾ അങ്ങോട്ട് ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് സത്യാമ്മയുടെ അടുത്തേക്ക് ഇരിക്കുന്നുണ്ട്. അന്നേരം ഫോട്ടോ എടുക്കാൻ തുടങ്ങും. വിഷ്ണു പറയുകയാണ് നില്ലുന്നില്ല കുട്ടികൾ എത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഓടിക്കൊണ്ട് വരികയാണ്. അന്നേരം പപ്പിയാണെങ്കിൽ ഓടി സത്യാമ്മയുടെ മടിയിലേക്ക് ചെന്നിരിക്കുന്നുണ്ട്. ശ്യാമയുടെ അടുത്ത് സത്യ ഇരിക്കുകയാണ് ഇപ്പുറത്തായിട്ട്. അന്നേരം സത്യാമ്മ ഇങ്ങനെ നോക്കിയിട്ട് മോള് ഇങ്ങോട്ട് ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് പിന്നെ സത്യയെ പെട്ടെന്ന് അപ്പുറത്തേക്ക് ഇരുത്തിയിട്ട് സത്യ ഇഞ്ഞ് വാന്ന് വിളിച്ചുകൊണ്ട് മടിയിലേക്ക് ഇരുത്തുകയാണ്. അന്നേരം പപ്പിക്കും വിഷമം ശാരദാമ്മയ്ക്കും ശ്യാമയ്ക്കും ഒക്കെ വിഷമാവുന്നുണ്ട്. പക്ഷെ ബാക്കി ആരും ശ്രദ്ധിക്കുന്നില്ല. അന്നേരം ശ്യാമയാണെങ്കിൽ പപ്പിയെ പിടിച്ച് മടിയിലേക്ക് ഇരുത്തിയിട്ട് ഇങ്ങനെ കവിളിൽ തട്ടുകയും ചെയ്യുന്നുണ്ട് വിഷമം പോകാൻ വേണ്ടിയിട്ട്. സത്യാമ്മ പക്ഷേ സത്യയെ ചേർത്ത് പിടിച്ചങ്ങ് ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്യുകയാണ്. തുടർന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. എല്ലാവരും ചിരിക്കുന്നുണ്ടെങ്കിലും ശ്യാമ ചിരി വരുത്തുന്നുണ്ട്. പക്ഷേ ശാരദാമ്മയുടെ മുഖത്ത് ആ ഒരു വിഷമം കാണുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ പിന്നെ വീണ്ടും എടുക്കാൻ തുടങ്ങുമ്പോൾ ശ്യാമ അങ്ങ് എഴുന്നേൽക്കുകയാണ് പപ്പി അവിടെ ഇരുത്തിയിട്ട്. അന്നേരം കഴിഞ്ഞില്ല എന്ന് കമലം പറയുമ്പോൾ എനിക്ക് നല്ല തലവേദന ഞാനിന്ന് കിടക്കട്ടെ എന്നും പറയുമ്പോൾ അതെന്തൊരു പോക്കാണെന്ന് വിഷ്ണുവൊക്കെ പറയുന്നുണ്ട്. പോണെങ്കിൽ പോട്ടെ നമുക്കെടുക്കാം എന്ന് പറഞ്ഞിട്ട് കമലം പിന്നെ എടുക്കുന്നുണ്ട്. അന്നേരം സത്യാമ്മയാണെങ്കിൽ പപ്പി അടുത്തേക്ക് ഇരിക്കുന്നു പറഞ്ഞ് പപ്പിയെ ചേർത്ത് അടുത്തേക്ക് ഇരുത്തുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവർ തകർത്ത് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇതേസമയം അവിടെ കുടുംബശ്രീ വീട്ടിലാണെങ്കിൽ ഗോപാലകൃഷ്ണനാണെങ്കിലും ഉമ്മറത്ത് നിന്ന് രാജീവിനെയാണ് ഫോൺ ചെയ്യുന്നത്. അന്നേരം ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ, നീ ജോലിക്കാരിയൊന്നും പറഞ്ഞ് അവിടെ നിന്നാലും ശരിയാവില്ല, അവൾക്കിപ്പോൾ വേണ്ടത് അച്ഛൻ്റെ അമ്മയുടെ സ്നേഹമൊന്നും അല്ല, നിൻ്റെ കരുതലും സ്നേഹവും സാമീപ്യവും ഒക്കെ തന്നെയാണ്, അതുകൊണ്ട് എനിക്കിതിനൊരു തീരുമാനം ഉണ്ടായേ പറ്റൂ എന്നാൽ അമ്മയെയും പിന്നെ അമ്മാവിനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നൊക്കെ ഇങ്ങനെ ഗോപാലകൃഷ്ണൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ജനലിൽ കൂടി ശാരിക പകുതി കേട്ടുകൊണ്ട് വരുന്നുണ്ട്. അന്നേരം ശാരിയെ കണ്ടു എന്ന് മനസ്സിലാകുമ്പോൾ അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ഞാൻ പിന്നെ വിളിക്കാമെന്ന്
എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണൻ ഫോൺ കട്ട് ചെയ്യുകയാണ്. അന്നേരം ശാരിക വന്നിട്ട് അച്ഛനിപ്പോൾ ആരെയാണ് വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണൻ ഒഴിഞ്ഞു മാറാൻ നോക്കുകയാണ്. അന്നേരം മരുമകനെ അച്ഛനിപ്പോൾ കൂട്ടുകാരനാക്കി വെച്ചിരിക്കുകയാണ്. രാജീവേട്ടനെയാണ് വിളിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. രാജീവേട്ടൻ വരാതെ ഞാൻ ആ വീട്ടിലേക്ക് തിരികെ പോകില്ല എന്നിങ്ങനെ ശാരിക പറയുകയാണ്. അതിനെ മോളെ അവൻ അവിടെ നിന്നും തിരികെ വീട് വിട്ട് നിൽക്കുന്ന ആണുങ്ങൾ തിരികെ വീട്ടിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ടവർ വീട്ടിലുണ്ടാകണം. അല്ലാതെ നീ ഇവിടെ ഒരല്ലലും ഇല്ലാതെ നിൽക്കുകയാണെന്ന് തോന്നിയാൽ അവൻ പിന്നെ അടുത്ത കാലത്തൊന്നും ഇങ്ങോട്ട് വരികയോ നിന്നെയും കുഞ്ഞിനെയും സംരക്ഷിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് നിന്നെ അവിടത്തേക്ക് പറഞ്ഞു വിടുന്നത്. അല്ല നീ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് അച്ഛനൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശാരികയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഈ സമയത്ത് ശാരദാമ്മ അവിടെ സത്യാമ്മയുടെ വീട്ടിൽ നിന്ന് തിരികെ ഓട്ടോയിൽ എത്തുന്നുണ്ട്. അച്ഛനും മോളും കൂടി എന്തോ തർക്കത്തിൽ നിൽക്കുകയാണല്ലോ എന്നിങ്ങനെ ശാരദാമ്മ ചോദിച്ചുകൊണ്ടാണ് കയറി വരുന്നത്. അന്നേരം അച്ഛനാണെങ്കിൽ രാജീവ് സാറിനെ വിളിച്ച കാര്യങ്ങൾ എന്നെ കൊണ്ടുപോകുന്ന കാര്യം സംസാരിച്ചു എന്ന് പറയുമ്പോൾ അതിലെന്തെങ്കിലും കാര്യം ഉണ്ടായില്ലെന്ന് പറയുകയാണ്. ഞാനിവിടെ നിൽക്കുന്നതിൽ അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ശാരി ചോദിക്കുന്നുണ്ട്. അന്നേരം ഒരു ബുദ്ധിമുട്ടുമില്ല, പക്ഷെ നിനക്ക് എന്നും ഇവിടെ നിൽക്കാനായിട്ട് സാധിക്കില്ലല്ലോ എന്ന് പറയുകയാണ്. അന്നേരം സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്, പിന്നെ ഇനി ഇതിൽ കൂടുതൽ ഞാൻ സഹിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശാരിക ദേഷ്യപ്പെട്ട് അകത്തേക്ക് പോവുകയാണ്. അന്നേരം ഗോപാലകൃഷ്ണനോട് ശാരദാമ്മ ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഗോപാലേട്ടാ ഇത് എന്നുള്ളത്. അന്നേരം ഞാൻ അവനെ വിളിച്ച് കാര്യങ്ങൾ പറയണ്ടേ, എന്നും ഇവളെ ഇങ്ങനെ ഹോട്ടൽ പണിക്കാരിയായിട്ട് ഇവിടെ നിർത്താനായിട്ട് സാധിക്കുമോ? അവർ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തന്നെ വേണം. വിദേശത്ത് നിന്നല്ല അവനിവിടെ കാര്യങ്ങൾ നോക്കേണ്ടത്. അവന് നാട്ടിൽ നിന്ന് ജോലി കിട്ടാനുള്ള പഠിപ്പും വിവരവും ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഞാനായിട്ട് എന്തായാലും തുടക്കം ഇട്ടതല്ലേ, ഇതിന് ഞാൻ തന്നെ ഒരു പരിഹാരം കാണുമെന്ന് ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്. അന്നേരം ആ സ്ത്രീയുടെ അവിടെ അവരുടെ സഹോദരൻ്റെ സ്വഭാവം ഒന്നും ശരിയല്ല. അവർ ആദ്യത്തെ കുഞ്ഞിനെ നശിപ്പിക്കാനിടയ്ക്ക് എന്തൊക്കെ ദ്രോഹങ്ങളാണ് അവളോട് ചെയ്തത് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം അവർ പഴയ അമ്മായിയമ്മ പോരുമായിട്ട് നിൽക്കുകയാണ്. ഇനിയും അത് തുടർന്നാൽ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുമെന്ന് പറയണം. അല്ലാതെ കാലം മാറുന്നതനുസരിച്ച് ആ മനുഷ്യന് മാറുകയാണ് വേണ്ടത്. അവൻ ഇവിടെ വിദേശത്ത് നിന്ന് വരികയും ചെയ്യും. അവിടെ നിന്നല്ല അവൻ ഇവളെ നോക്കേണ്ടത്, ഇവിടെ നിന്നാണ് നോക്കേണ്ടത്. അവൻ വരികയും ചെയ്യും, അവൻ്റെ സംരക്ഷണയിൽ തന്നെ അവൾ പ്രസവിക്കുകയും ചെയ്യും, സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യും എന്നിങ്ങനെ പറഞ്ഞിട്ട് ഗോപാലകൃഷ്ണൻ അങ്ങ് അകത്തേക്ക് പോവുകയാണ്. അന്നേരം ശാരദാമ്മ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാം നല്ല രീതിയിൽ നടന്നാൽ മതിയായിരുന്നു, ഇനി അവളെ കണ്ണീര് കുടിപ്പിക്കരുത്, എവിടെയായാലും അവൾ സന്തോഷമായിട്ടിരുന്നാൽ മതി, ഇനി അവൾക്ക് കരയാനായിട്ട് കണ്ണീരില്ല എന്നൊക്കെ ഇങ്ങനെ ശാരദാമ്മ മനസ്സിൽ കരുതുകയാണ്. ഇതേസമയം രാത്രിയാണെങ്കിൽ സത്യഭാമയുടെ വീട്ടിൽ ശ്യാമയാണെങ്കിൽ ഒറ്റയ്ക്ക് അടുക്കളയിൽ നിന്ന് പാത്രങ്ങളൊക്കെ കഴുകുകയാണ്. അതിന് ശാലിനി വരുന്നുണ്ട്. ഇവിടെ ഒറ്റയ്ക്ക് ഇന്ന് കഴുകിയായിരുന്നു, എന്നെ കൂടി വിളിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ശ്യാമ അങ്ങോട്ട് ദേഷ്യപ്പെടുകയോ രാജകുമാരി ഒന്നും ചെയ്യേണ്ടെന്ന് പറയുകയാണ്. അന്നേരം നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അന്നേരം പറയുന്നുണ്ട്, ഇത് ഞാനാണെങ്കിൽ ജോലിയും കൂലിയും ഒന്നും ഇല്ലല്ലോ, അപ്പോൾ ഞാൻ ഇതുപോലത്തെ ജോലിയൊക്കെ ചെയ്തോളാം, ഇനി രാജകുമാരി ഇതൊക്കെ ചെയ്ത് കയ്യിൽ വളയൊന്നും ഊരി പോകണ്ട എന്ന് പറയുമ്പോൾ നീ എന്തിനാ ഇനി മുള്ളും മുനയും വെച്ച് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് ശാലിനിയാണെങ്കിൽ. അന്നേരം അത് അല്ലെങ്കിൽ പിന്നെ അന്നേരം ശാലിനി ദേഷ്യപ്പെടുമ്പോൾ ശ്യാമയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. ശ്യാമയും തിരിച്ചു പറയുകയാണ്. അന്നേരം അകപ്പാട് ദേഷ്യപ്പെടുന്ന ശാലിനി പറയുന്നുണ്ട്, ശ്യാമ ഇങ്ങോട്ട് പിടിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നമ്മൾ ഒരു വീട്ടിൽ നിന്നും വന്ന് കയറിയവരാണ്, 2 വീട്ടിൽ നിന്നും വന്നവരല്ല, പിന്നെ ഒരമ്മയുടെ വയറ്റിൽ പിറന്ന മക്കളാണ്. അത് പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെയെന്ന് പറയുമ്പോൾ ആ ഒരു വേർതിരിവ്, ആ ഒരു ബോധം വേണ്ടത് കുഞ്ഞേച്ചിക്കാണ്, അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെ പെരുമാറില്ലായിരുന്നു. ഇനി അമ്മായിയമ്മയോട് പോയി പറഞ്ഞ് ഇനി എന്നെ അതിനൊന്നും വഴക്ക് കേൾപ്പിക്കേണ്ട, ഞാനിതൊക്കെ ചെയ്തോളാം എന്നിങ്ങനെ പറഞ്ഞ് ആകെ ശ്യാമയും നിൽക്കുകയാണ്. എന്നിട്ട് ശാലിനിക്ക് ആകപ്പാടേക്ക് വിഷമിടുകയാണ്. എന്നിട്ട് ശ്യാമ ദേഷ്യപ്പെട്ടങ്ങ് പോകുന്നുണ്ട്. എന്നിട്ട് ശാലിനി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. ഇത്രയുമാണ് എപ്പിസോഡിൽ കാണിക്കുന്നത്. പക്ഷേ ശ്യാമ അവിടെ അങ്ങനെ ആകെ ദേഷ്യം കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ശ്യാമയ്ക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ, രോഹിതും വിഷ്ണുവും തമ്മിലുള്ള ആ ഒരിതും സ്വന്തം അങ്ങനെ അല്ലല്ലോ. അപ്പോൾ പിന്നെ ശ്യാമയ്ക്ക് അത് ഉൾക്കൊണ്ടൊക്കെ അവിടെ നിൽക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ കുറച്ച് സത്യഭാമയുടെ ഉണ്ട്. പക്ഷേ പപ്പി മകളാണ് എന്നറിയുമ്പോഴവിടെ സ്നേഹം കാണിക്കുക, തൻ്റെ മകൻ്റെ മകളോട് ഒത്തിരി കൂടുതൽ സ്നേഹം സത്യഭാമ അവിടെ കാണിക്കുന്നുണ്ട്. ഇനി ഇതെങ്ങനെ കലാശിക്കും എന്നുള്ളതാണ്. ശ്യാമ ഇനി അടിക്കടി ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും, അതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്നുള്ളതാണ്. ഓക്കെ, കാണാം. ഓക്കെ, താങ്ക് യു.